റെയിൽവേ സ്റ്റേഷന്റെ ഉൾഭാഗത്ത് ഒരു മസ്ജിദ് സ്ഥിതി ചെയ്യുന്നതായി നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും ഉണ്ടോ? ഡൽഹിയിലെ വിചിത്രമായ കാഴ്ചയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ ഹലോ ഇല്ലേ ഫുല്ലേ സുല്ലേ പോലീസുകാരുടെ ടൈപ്പ് സാധനം എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ വെറും 350 രൂപയുള്ളൂ. 2026 ആയപ്പോഴത്തേക്കും ഡൽഹിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പും ഉണ്ട്. ഞാനാണ് 2 ഷർട്ടൊക്കെ ഇട്ടേക്കുന്നത്. നമുക്ക് ഈ ഒരു സമയത്ത് എല്ലാരും ഇവിടെ പൊതുവെ കാണുന്നത് എന്തെങ്കിലും ഹുഡിയോ അല്ലെങ്കിൽ സെക്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാൻ കയറി പോകുന്ന വെച്ചാല് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു റോഡിനൊരു മുകൾ ഭാഗം എന്ന് വേണം പറയാം. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. ഡൽഹിയില് അത്യാവശ്യം കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഇവിടുത്തെ ജനങ്ങൾ അന്ന് ഇന്നും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ 100 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് ഡൽഹിയില്. അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ. മനുഷ്യർക്ക് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ചെറിയ ചെറിയ കടകളൊക്കെ മാറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടയും കാര്യങ്ങളൊക്കെ ആയിട്ടോ. കൂടുതലും നമ്മുടെ നാട്ടിൽ ഓട്ടോ കാണൂലേ, അതുപോലത്തെ ഒരു റിക്ഷ പോലത്തെ ഒരു വണ്ടിയാട്ടോ. അതിനകത്ത് 6-7 പേര് കുത്തി നിറച്ച് പോവും അതിനകത്ത്. वालेकुम अस्सलाम. हेलो हेलो दोनों साइड से पहनने वाला. ഗൈസ്, അങ്ങനെ ഞാനൊരു ജാക്കറ്റ് എടുത്തിട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് പോലീസുകാരുടെ ടൈപ്പ് സാധനം എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഒരു 550 രൂപ കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ഫീസാണ് കണ്ടത്. മൊത്തം ചെക്ക് ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ പോയി. Oh, 120 rupees. 120 rupees. Egg piece. Oh, piece, one piece, 20 rupees. One piece 20 rupees. Yes, I mean. Oh, same. Yeah, 120 rupees. 120. Egg Oh, piece. 2 का 30 rupees. Oh, egg piece कितना? Oh, 20 रुपए. 20. 20. Okay. നമ്മുടെ നാട്ടിലെ പുഴുകിയ മുട്ട ഉണ്ടല്ലോ, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയ സാധനം. അതിന് ഒരെണ്ണത്തിന് 20 രൂപ പറയുന്നത്. 2 piece fish or rice 60 rupees. ഓ 20. 20 rupees. ഇങ്ങനെ കാര്യങ്ങളൊക്കെ. Oh, 2 पड़ा चपाती 30 rupees. അതായത് 2 ചപ്പാത്തി കറിയും കൂടെ ചേർത്ത് 30 രൂപ കേട്ടോ. देख के खाना खाता रहता. ഗൈസ്, ഞാന് രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചത് നമ്മുടെ ചപ്പാത്തി ആട്ടോ. ചപ്പാത്തി, അതിന്റെ കൂടെയുള്ള കറി എന്ന് വെച്ചാല് കടലക്കറി ഉണ്ടല്ലോ, ആ സാധനം ആട്ടോ. അതിന്റെ കൂടെ ഒരു അച്ചാറ് വെച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു മുളകും. അപ്പൊ അതാണ് എന്റെ രാവിലത്തെ ഫുഡ്. നമ്മുടെ നാട്ടിലെ ചപ്പാത്തി പോലെയുള്ള കേട്ടോ. പിന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാല് ഇവരിത് ചുട്ടെടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു കരിയുമല്ലോ, അതിന്റെ ഒരു ടേസ്റ്റും കൂടി ഇതിനുണ്ട് കേട്ടോ. കഴിക്കാന്നേ ഉള്ളൂ, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഗൈസ്, എന്റെ പുറകെ കാണുന്ന ഷൂ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെറും 350 രൂപ ഉള്ളു കേട്ടോ. ഇവിടെ ഈ ടൈപ്പ് ഷൂ ഒക്കെ കണ്ടോ, ഇത് എനിക്ക് കറക്റ്റ് സൈസാ കേട്ടോ.
ഈ ടൈപ്പ് സാധനത്തിനൊക്കെ നമ്മുടെ നാട്ടില് ഷൂന് എങ്ങനെ വന്നാലും ഒരു 800 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ പ്രൈസ് ഉണ്ടാവും അല്ലെ? കൊള്ളാം, സൂപ്പർ സാധനം കേട്ടോ. കുറച്ചു നേരം നിന്ന് വില പേശുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ 350 എന്ന് പറഞ്ഞ ഷൂ ഉണ്ടല്ലോ, ഈ ഷൂ നമുക്ക് ഇവിടെ 150 രൂപ 100 രൂപ ഒക്കെ വെച്ച് നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും കേട്ടോ. പക്ഷെ കുറെ നേരം ഇവന്മാരായിട്ട് ബാർഗെയിൻ ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ. പണി എടുക്കണമെന്ന് പറഞ്ഞ് എടുക്കണം. എന്റെ ചെവിക്കകത്തോട്ട് ഒരു കമ്പി ഇട്ടോണ്ടിരിക്കുക കേട്ടോ. भाई ये गाइस देखो, ये भाई कान साफ कर रहा है। ऐसे ला रही है सबको भाई, हमारी मतलब ही नहीं की तो जो भाई कर रहा है। लाओ मैं करूं। मेरा वो बेटा आगे वाला कैमरा आप നല്ല സുഖമാണ് കേട്ടോ. क्या रहने दे। ये भाई का हमारे बिलोंग करते हो? വ്ലോഗ് യൂട്യൂബർ. यूट्यूबर चैनल फोन है मेरी वीडियो आ रही होगी अभी लाइव है उसमें मोबाइल में हाँ अभी लाइव चल रहा है। हाँ. अरे चुप जा यार। लाइव चल रही होगी। ഇവിടെ ക്യാമറയിൽ വീഡിയോ എടുത്തോണ്ട് കുറച്ച് ചങ്ങായിമാര് किधर से हो വന്നേക്കാം तुम? കേട്ടോ. കേരള तमिलनाडु കേരള. फुल मंडी से इल्ले फुल्ले सुल्ले ഉള്ളേ. बुल्लो 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 इसकी बुल्लो में दर्द हो रहा है। मैं कहा हूँ इसमें दिल्ली का वीडियो. अरे मेरी वीडियो देखा मोबाइल में। इल्ले ये भाई रोल हलवा 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 ഞാനെന്റെ ചെവി ക്ലീൻ ആക്കി ये हलवा ये 20 rupees. 10 रुपए। हाँ 10 രൂപ 20 രൂപ हाँ ഇവിടെ ചെയ്ത് തരും കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചെവിയില് പൊടി കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാല് ഇവിടെ തന്നെ വന്നാൽ മതി. ഇവിടുത്തെ തന്നെ ക്ലീൻ ആക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. चालू करेंगे दोनों भाई। यार माय फ्रेंड നാം ക്യാ ഹൈ? शाहरुख ഷാറൂഖ്. या तुम्हारा नाम शाहरुख? शाहरुख നൈസ് കേട്ടോ, പേര് കേട്ടോ. ഷാറൂഖ് ഖാനൊക്കെ ഇവിടെ ഉണ്ട്. तेरा नाम റാഫി. रफीक ആ റാഫി. राफी ഓക്കെ, വായിലൊക്കെ തീർച്ചയായും. ആ മുസ്ലിം. ഓക്കെ ओके ब्रो ये माय जीजू ജിജു. इनकी वीडियो बनाओ हाय ചെവി ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോ വല്ലാത്തൊരു സുഖം, എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോയ പോലെ. അപ്പൊ ശരിക്കും നമ്മൾ അടഞ്ഞിട്ട് തുറക്കുമല്ലോ, ആ ഒരു ഫീല്. നടന്നു പോകുന്ന ഞാൻ ബാങ്ക് വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണത്. ട്രെയിൻ നമ്പർ വിളിക്കുന്നതിനോടൊപ്പം ബാങ്ക് വിളിയും. യാത്രക്കാരായ ജനങ്ങൾക്ക് പള്ളിയിൽ തന്നെ നമസ്കരിക്കാം. പ്രാചീന കാലം മുതൽക്കേ ഡൽഹിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കോയിൻസ്. എത്രത്തോളം കളക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉപ്പുപ്പാൻ്റെ കാലങ്ങൾക്ക് മുതൽ തൊട്ടുള്ള കോയിൻസ് ഇവിടെ ഉണ്ട്.